ഓർക്കാട്ടേരിയിൽ ഗാർഹിക പീഡനത്തെ തുടർന്ന് ഷബ്ന ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്തൃമാതാവ് നബീസ പോലീസ് കസ്റ്റഡിയിൽ. മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതിനിടെയാണ് അന്വേഷണ സംഘം പിടികൂടിയത്. ഷബ്നയുടെ ഭർത്താവിന്റെ അമ്മാവനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. നേരത്തെ വനിതാ കമ്മീഷൻ ഷബ്നയുടെ മരണത്തിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയിരുന്നു. കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കണമെന്നും ഷബ്നയുടെ വീട്ടിൽ എത്തിയ അധ്യക്ഷ പി സതീദേവി ആവശ്യപ്പെട്ടിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റവും സ്ത്രീധന നിരോധന വകുപ്പും ചേർത്ത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാണ് വനിതാ കമ്മീഷന്റെ ആവശ്യം. നിലവിൽ ചേർത്തിരിക്കുന്നത് എളുപ്പം ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ്. നിലവിലെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടും വനിതാ കമ്മീഷൻ പോലീസിൽ നിന്ന് തേടിയിരുന്നു. യുവതിയുടെ മരണത്തിന് കാരണം ഭർത്താവിന്റെ മാതാവും ബന്ധുക്കളും ആണ് എന്ന് നേരത്തെ കുടുംബം ആരോപിച്ചിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഷബ്നയെ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടകര ഡിവൈഎസ്പി ആർ ഹരിപ്രസാദിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ഷബ്ന ഭർത്തൃവീട്ടിൽ സഹിച്ചിരുന്നതായാണ് CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിനിടെ കേസിന്റെ അന്വേഷണം എടച്ചേരി പോലീസിൽ നിന്നും വടകര ഡിവൈഎസ്പിക്ക് കൈമാറി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 2010-ലായിരുന്നു ഷബ്നയും ഹബീബും തമ്മിലുള്ള വിവാഹം. ഇക്കാലയളവിനിടെ ഭർത്തൃവീട്ടിലെ പീഡനങ്ങളെക്കുറിച്ച് നിരവധി തവണ ഷബ്ന വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വീട്ടിലേക്ക് തിരിച്ചുവരാൻ പറയുമ്പോഴൊക്കെ താനിത് സഹിച്ചുകൊള്ളാമെന്നായിരുന്നു ഷബ്നയുടെ മറുപടിയെന്ന് ബന്ധുക്കൾ പറയുന്നു. കുന്നുമ്മക്കര സ്വദേശി ഷബ്നയെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിദേശത്ത് ജോലിയുള്ള ഹബീബ് വീട്ടിലേക്ക് വരുന്നതിന് തലേന്നാണ് ഷബ്ന ജീവനൊടുക്കിയത്. അന്നേ ദിവസത്തെ CCTV ദൃശ്യങ്ങളാണ് പുറത്തെത്തിയത്. ഷബ്ന മരിച്ചു എന്നുറപ്പുവരുത്തിയ ശേഷമാണ് ഭർത്തൃവീട്ടുകാർ വിവരം അറിയിക്കുന്നതെന്നാണ് യുവതിയുടെ ബന്ധുക്കൾ പറയുന്നത്. ജീവനൊടുക്കാനുള്ള മാനസികാവസ്ഥയിലായിട്ടും യുവതിക്ക് വേണ്ട സഹായം നൽകാൻ ഇവർ തയ്യാറായില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. മരിച്ച ശേഷം ഷബ്നക്ക് ജീവനുണ്ടോ എന്ന് ഹബീബിന്റെ പിതാവും സഹോദരനും ടോർച്ചടിച്ചു നോക്കുന്ന ദൃശ്യങ്ങളും കൈവശമുണ്ടെന്ന് ബന്ധുക്കൾ അറിയിച്ചിരുന്നു. പീഡനം അസഹ്യമായതോടെ ഭർത്താവുമൊത്ത് മാറി താമസിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഷബ്നയുടെ സ്വർണം ഉൾപ്പെടെ തിരികെ നൽകാൻ ഭർത്താവ് ഹബീബിന്റെ ഉമ്മയും സഹോദരിയും തയ്യാറായില്ല. ഇത് ചോദിച്ചപ്പോഴും രൂക്ഷമായി അധിക്ഷേപിച്ചതായി ബന്ധുക്കൾ പറയുന്നു. ഷബ്നയുടെ മരണത്തിന് പിന്നാലെ ബന്ധുക്കൾ പോലീസിനെ സമീപിക്കുകയും അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുക്കുകയുമായിരുന്നു. ഭർത്തൃവീട്ടിൽ ഉമ്മയുടെയും സഹോദരിയുടെയും നിരന്തര പീഡനം സഹിക്കവയ്യാതെയാണ് ഷബ്ന ജീവനൊടുക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. വിവാഹം കഴിഞ്ഞ് 3-ാം മാസം ഹബീബിന്റെ ഉമ്മ പീഡനം തുടങ്ങിയതായി ഷബ്നയുടെ ബന്ധു അഷ്റഫ് പറയുന്നു. ഷബ്നയെ വീട്ടിൽ നിന്ന് പുറത്താക്കാനായിരുന്നു ഇവരുടെ നീക്കം. കുനിയിൽ പുളിയം വീട്ടിൽ അഹമ്മദ് മറിയം ദമ്പതികളുടെ മകളാണ് മരിച്ച ഷബ്ന. മുടങ്ങിപ്പോയി നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ. അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും. എയ്ഡ് എഡ്യൂക്കേഷൻ. കോൾ 9037242243.